മലയാളികൾക്ക് ഏറെ പരിചിതനായ തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോന്റെ മോളിവുഡ് ഡിക്റ്ററ്റോറിയൽ അരങ്ങേറ്റം, അതും മമ്മൂട്ടിക്കൊപ്പം. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന ചിത്രം പേര് പോലെ കൗതുകം സൃഷ്ടിക്കാൻ ഏറ്റവും പ്രധാന കാരണം ഈ കോംബോ ആയിരുന്നു. ഷെർലക് ഹോംസിനുള്ള കലൂരിന്റെ ഉത്തരം എന്നതായിരുന്നു ചിത്രത്തിന്റെ ടാഗ് ലൈനുകളിൽ ഒന്ന്. അതിനെ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള കോമഡിയുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ചിത്രം. മലയാളത്തിലെ അരങ്ങേറ്റ ചിത്രത്തിന് മമ്മൂട്ടിയെപ്പോലെ ഒരു താരത്തെ നായകനായി ലഭിച്ചിട്ടും അദ്ദേഹത്തിന്റെ താരപരിവേഷമല്ല ഗൗതം മേനോൻ ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിലെ നടനെയാണ്. യൂണിഫോമിലും അല്ലാതെയും അന്വേഷകന്മാരായ നിരവധി കഥാപാത്രങ്ങളെ ഇതിനകം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മാറിയുള്ള സമീപനമാണ് ഡൊമിനിക്കിനോട് മമ്മൂട്ടി പുലർത്തിയിരിക്കുന്നത്. നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന വലിയ വിജയങ്ങളൊന്നും അക്കൗണ്ടിലില്ലാത്ത എന്നാൽ അല്പസ്വല്പം വ്യത്യസ്തനായ ഡൊമിനിക്കിന് ലളിതമായ ഒരു ശരീരഭാഷയാണ് മമ്മൂട്ടി നൽകിയിരിക്കുന്നത്. സിങ്ക് സൗണ്ട് കൂടിയായ ചിത്രത്തിൽ ശബ്ദാഭിനയത്തിന്റെ സാധ്യത ഒരിക്കൽ കൂടി അദ്ദേഹം എടുത്തുകാട്ടുന്നുണ്ട്. ഡൊമിനിക്കും അയാളുടെ പുതിയതായെത്തിയ അസിസ്റ്റന്റ് വിക്കിയും നിഗൂഢ വഴികളിലൂടെ സഞ്ചരിക്കുന്നതാണ് ചിത്രം. ഡൊമിനിക്കിന്റെ അസിസ്റ്റന്റായി പെർഫെക്റ്റ് കാസ്റ്റാണ് ഗോകുൽ സുരേഷിന്റേത്. കോമഡിയുടെ ഫ്ലേവറുള്ള എന്നാൽ ഗൗരവം ചോർന്നു പോവാത്ത നരേശനിൽ മമ്മൂട്ടിക്ക് മികച്ച പിന്തുണയാണ് ഗോകുൽ നൽകിയിരിക്കുന്നത്. പാചകവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ വിജി വെങ്കിടേഷ് മാധുരിയായി എത്തുമ്പോൾ നന്ദിത എന്ന ഡാൻസർ കഥാപാത്രത്തെ സുഷ്മിത ഭട്ടും അവതരിപ്പിച്ചിരിക്കുന്നു. ചിത്രത്തിൽ ഡൊമിനിക്കിനെ അവതരിപ്പിച്ചതിന് ശേഷം വൈകാതെ പ്രധാന അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഗൗതം വാസുദേവ് മേനോൻ. സിങ്ക് സൗണ്ടും സ്വാഭാവിക ചിത്രീകരണവുമൊക്കെയായി പോകുന്ന ചിത്രത്തിൽ കോമഡി കൂടി വരുന്നതോടെ ഒരു വേറിട്ട അനുഭവമാകുന്നു ചിത്രം. വലിയ ബഹളങ്ങളില്ലാതെ കഥ പറഞ്ഞിരുന്ന ഒരു കാലത്തെ മലയാള സിനിമയോട് ഒരു ടച്ചുണ്ട് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിന്. അതേസമയം അതിന്റെ സമീപനം പുതുമയുള്ളതുമാണ്. വേറിട്ട പുതുമയുള്ള ആഖ്യാനങ്ങളുമായി എത്തുന്ന കാര്യത്തിൽ ആറാമത്തെ ചിത്രത്തിലും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല മമ്മൂട്ടി കമ്പനി. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.